3-ാം അധ്യായം 10-11 വേദഭാഗം ആർക്കും ഈ ശബ്ദം ഉയർത്തി വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളെയും കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറു എന്നെണ്ണുന്നു. ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനുള്ളത്. പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തെ പറ്റി നമ്മൾ ആഴമായി പഠിക്കേണ്ട ഒരു അധ്യായമാണ്, പ്രത്യേകിച്ച് ഒരു പുസ്തകമാണ്. നമുക്കറിയാം, നമ്മുടെ ലേഖന സമാഹാരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് സമ്മാനിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ വിവിധമായ സ്തോത്രം നമ്മുടെ ലേഖന സമാഹാരങ്ങളിൽ നമ്മൾ ആഴമായി പഠിച്ചിട്ടുള്ളതാണ്, വിഭജനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ വിഭജനത്തിൽ കാരാഗ്രഹ ലേഖനങ്ങൾ അല്ലെങ്കിൽ പ്രിസൺ എപ്പിസ്റ്റൽസ് എന്ന് പറയപ്പെടുന്ന ലേഖന സമാഹാരങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന 4 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ടതായ ഫിലിപ്പി ലേഖനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എഫീസ് ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് പകൽക്കാലം പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാനമാണല്ലോ, അതിനോടൊപ്പം പുതിയൊരു വർഷത്തിന്റെ ആരംഭവുമാണല്ലോ ഈ വരുന്ന ദിവസങ്ങളിൽ. എന്താണ് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് എന്താണ് പറയേണ്ടത് തോന്നിയവന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. പലപ്പോഴും ഈ വിഷയം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും അതിനെ പറ്റി ഇന്ന് പകൽക്കാലം ഒരല്പനേരം ചിന്തിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് റോമിലുള്ളതായ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ആയിരുന്നതായ പ്രത്യേകിച്ച് ഫിലിപ്പിൻ കാരാഗ്രഹം. ഫിലിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരുന്നു ഫിലിപ്പിയ. അദ്ദേഹത്താൽ നിർമ്മിതമാക്കപ്പെട്ട ഒരു വലിയൊരു സാമ്രാജ്യമായിരുന്നു ഫിലിപ്പിൻ സാമ്രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലുള്ള ബാബിലോൺ സാമ്രാജ്യത്തിലുള്ള ഈ സാമ്രാജ്യം. എന്നാൽ ഈ ഫിലിപ്പിൻ കാരാഗ്രഹത്തിന് ഒരുവിധമാകുന്ന വലിയ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഈ കാരാഗ്രഹത്തിലാണ് അപ്പോസ്തലനായ പൗലോസും ശീലാസും 17-ാം അധ്യായത്തിൽ വായിക്കേണ്ട, അതിനകത്ത് കാണുന്ന ഫിലിപ്പിൻ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാണ്. ഫിലിപ്പിൻ കാരാഗ്രഹത്തിന്റെ ഉള്ളറ എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട സാധാരണ വ്യക്തികൾക്കൊന്നും പുറത്തു ചാടാൻ പറ്റാത്ത വിധത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാരാഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, വിവിധമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള വ്യക്തികളെ, അതായത് വിവിധമായ കള്ളന്മാരും വിവിധമായ പ്രശ്നത്തിൽ അകപ്പെട്ടവരെ ആ കാരാഗ്രഹത്തിനകത്ത് ആക്കുവാൻ ക്രൂരമായിട്ടുള്ള ചില പ്രത്യേകമായ ചില സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിക്കുവാൻ പട്ടാളക്കാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു സ്ഥലമാണ് ഈ ഫിലിപ്പിൻ കാരാഗ്രഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ആ കാലഘട്ടത്തിൽ പിടിക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിൽ ഇടുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടേതായ ദൈവം അല്ലെങ്കിൽ യഹോവയെ ദൈവത്തെ എതിരായി പറയുന്നത് രാജ്യ നിയമത്തിന് എതിരാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ രാജ്യം നമുക്കറിയാം. നമ്മൾ രാജ്യ നിയമം എന്ന് പറയുന്നത് വളരെ പ്രധാനം. നമുക്കറിയാം, ഒരു ഫ്ലാഗ് നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കും, അതൊന്ന് കീറി നോക്കണം, ഒരു വീഡിയോ എടുത്തൊന്ന് ഇട്ട് നോക്കി പിറ്റേന്ന് പോലീസ് നമ്മുടെ വീട്ടിലിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അത് രാജ്യ നിയമത്തിന് എതിരാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നാൽ 6 മാസത്തിൽ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ അതിന് 1 ദിവസം കഴിഞ്ഞാൽ അത് ഇല്ലീഗലാകും. ആ കേസ് എന്താണ്? അത് രാജ്യ നിയമത്തിനെതിരാകും. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ കേസാണ്. അതുപോലൊരു കേസാണ് ദൈവത്തെ, യഹോവയായ ദൈവത്തിന് എതിരായി സംസാരിക്കുന്ന ഏതു വാക്കും ഏതും എന്താണ്? രാജ്യ നിയമത്തിന് അല്ലെങ്കിൽ എതിരായിട്ടുള്ള ശക്തമായ നിയമം. അതുകൊണ്ടാണ് യേശു കർത്താവിനെ പോലും ക്രൂശിക്കുവാൻ അവർ സ്തോത്രം അങ്ങനെ ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ, ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞത് റോമന്റെ ഏറ്റവും വലിയ ഒരു സ്തോത്രം ഒരു കൊലപാതകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ല ശിക്ഷയാണ്, ഏറ്റവും അവസാന ശിക്ഷയാണ് ക്രൂശിക്കപ്പെടുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവമക്കളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എതിരായി സംസാരിക്കുക, യഹോവയായ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ സ്തോത്രം പൂർത്തീകരിക്കാൻ വന്നതായ യേശു കർത്താവ് മശീഹയാണെന്നുള്ളതായ അല്ലെങ്കിൽ യഹൂദന്മാരുള്ള കാഴ്ചപ്പാടിനെ വിപരീതമായി പ്രസംഗിക്കുന്ന ഏത് വ്യക്തികളെയും ഉള്ളിലാക്കിയിരുന്ന സ്ഥലമാണ് ഫിലിപ്പിൻ കാരാഗ്രഹം. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് AD 61 കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ
ആണ് ഈ പൗലോസ് ആ കാരാഗ്രഹത്തിൽ ഉള്ളറയിലായിരുന്നത്. ആ സമയത്താണ് 4 ലേഖനങ്ങൾ എഴുതിയത്. അതിൽ അതിപ്രാധാന്യമായ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയൻ ലേഖനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ലേഖനത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു മൊത്തത്തിൽ അല്ലയോ സ്തോത്രം, എന്തിനാണ് അതിനകത്ത് അല്ലയോ സ്തോത്രം അതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാരാഗ്രഹത്തിൽ ഉള്ളറയിലായിരുന്നപ്പോൾ ഫിലിപ്പിയിലുള്ളതായ സഭ ദൈവദാസനായിട്ടുള്ള പൗലോസിനെ ഒത്തിരി സാമ്പത്തികമായി സഹായിക്കുവാനിടയായി തീർന്നു. വിവിധമായ സഹായങ്ങൾ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ സഹായം ചെയ്ത ദൈവസഭയോട് നന്ദിവാചകമായി പറയുന്ന ചില വാക്കുകളും ആ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ച കാര്യങ്ങളുമാണ് ഫിലിപ്പി ലേഖനം ഈ 1 മുതലുള്ളതായ എല്ലാ അധ്യായങ്ങളും ദൈവാത്മാവിൽ എഴുതപ്പെടുവാനിടയായി. എന്തുകൊണ്ട് ഈ ഒരു അല്ലെങ്കിൽ സ്വന്തം ഫിലിപ്പിയ ലേഖനം നമുക്ക് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവസഭയ്ക്കകത്തും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവജനം തിരിച്ചറിയപ്പെടുവാനും ദൈവജനം വ്യക്തമായി ദൈവത്തിനോട് നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഈ ഫിലിപ്പിയ ലേഖനം കർത്താവിന്റെ കൃപയെ നമുക്കും ലഭ്യമായി തീരുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം 3-ാം അധ്യായം പ്രത്യേകിച്ച് ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് കഷ്ടതയിലുള്ള ഒരു മനോഭാവം എന്ന വിഷയമാണ്. നമുക്കറിയാം 2024 നമ്മൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. നമ്മുടെ ജീവിതം നമുക്കറിയാം, പല സ്റ്റേറ്റസ് കാണുമ്പോൾ നമുക്കറിയാം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, ഒക്കെ കാണുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കി, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഒരു ഡേറ്റ് മാറുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദൈവമകനെ സംബന്ധിച്ച് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് നമ്മെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തുതിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത് 2024 എന്ന് പറയുന്നത് നമ്മുടെ പലവിധമാകുന്ന കഷ്ടതകളുടെ കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ വേദനകൾ കടന്നു വന്ന്, നിരാശകൾ കടന്നു വന്ന്, മുൻപിലുള്ള വഴികൾ പലതും അടഞ്ഞുപോയ നിമിഷങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ കഷ്ടതകളെ മാത്രം ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള കഷ്ടതയിലൂടെ കടന്നുപോയ നിമിഷമുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് പറയുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആ കഷ്ടതയിലും തുണയേറിയവനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ 2024 അവസാനത്തോളം നമ്മെ എത്തിച്ചുവെങ്കിൽ ഈ 2025 നമ്മെ പരിപാലിക്കുന്ന, നമ്മെ ശ്രേഷ്ഠകരമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു ദൈവഭക്തരെ സംബന്ധിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലവും ദൈവസഭയോട് പറയുന്ന ഒരേ ഒരു വിഷയം, ഈ കഷ്ടത വേളയിൽ ഒരു ദൈവഭക്തൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരുന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് വ്യക്തമായി ഇന്ന് പകൽക്കാലം അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കഷ്ടത എന്ന വിഷയം എന്ന് പറയുന്നത് അതൊരു അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വിഷയമാണെങ്കിലും നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് കഷ്ടത എന്ന് പറയുന്നത്. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ അല്ലെങ്കിൽ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, വായിച്ച വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. 10-11. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. നമുക്കിവിടെ പ്രധാനപ്പെട്ട കഷ്ടതയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പറയുന്ന ഒരു കാര്യം, എന്തിനാണ് നാം കഷ്ടത അനുഭവിക്കുന്നു, ജീവിതത്തിൽ ചില കഷ്ടതകൾ കടന്നു വരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾ ദൈവസഭയോട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്തോത്രം. ചില കഷ്ടതകൾക്ക്, ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ല. ചില മരണങ്ങൾ, ചില വിഷയങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില തോൽവികൾ, ചില പരാജയങ്ങൾ, ചില അസമാധാനങ്ങൾ, കുടുംബത്തിന്റെ അവസ്ഥകൾ കർത്താവ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് അർത്ഥമില്ല. നമുക്ക് ഈ വിഷയത്തിനകത്ത് ഇതിനകത്ത് പുറത്തു വരാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് പുറത്തു വരാൻ കഴിയത്തുള്ളൂ.
കർത്താവ് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ വരുന്ന പല സാഹചര്യങ്ങളുടെ കടന്നു പോകാം. പ്രത്യേകിച്ച് ദൈവജനം 2024 അതുപോലെ കടന്നുപോയിട്ട് കർത്താവ് എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടത. പക്ഷെ ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്തിനായിരുന്നു ഈ ഒരു കഷ്ടത എന്ന് പറയുന്നത്. ജീവിതത്തിൽ ചില വേദനകൾ കടന്നു വന്നു, നിരാശകൾ കടന്നു വന്നു, ചില പ്രത്യേകമായ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ നിമിഷം ഉണ്ടായിരുന്നു. പക്ഷേ ആ കരഞ്ഞ നിമിഷം എന്തിനായിരുന്നു എന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി, കർത്താവേ എനിക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഈ ദേശത്തിനകത്ത് ഇന്ന സ്ഥലത്ത് ദൈവം ആക്കി വെച്ചത് കൊണ്ടാണ് ഞാനായിരുന്ന സ്ഥലത്ത് കഷ്ടതയുടെ അവസ്ഥകളിലൂടെ കടത്തിവിടുക. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അതിനെപ്പറ്റി പറയുന്നത് അവനിൽ ഇരിക്കേണ്ടതിന്. ആരിൽ? കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ അവനോടൊപ്പം ഇരിക്കേണ്ടതിന്. ഒന്ന്, കഷ്ടത എന്തിനാണ്? കർത്താവിൽ ഇരിക്കുവാൻ. രണ്ട്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. ഓർക്കണം, ഒന്ന്, നാം അവനോടൊപ്പം ഇരിക്കാൻ, അവരോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇരിപ്പാനാണ് കഷ്ടതയുടെ തീച്ചൂള ജീവിതത്തിൽ കടന്നു വരുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഭാഗമാണ്, നമ്മൾ പലപ്പോഴും പറയുന്നത് കഷ്ടത പിശാചാണ് കൊണ്ടെന്ന് പറയുന്നു. ശരിക്കും പിശാച് കൊണ്ടത് സാഹചര്യം കൊണ്ട്, പക്ഷെ അതിന്റെ അവസ്ഥ വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തകർക്കുക എന്നുള്ള ലക്ഷ്യപ്രാപ്തിയോടെ നമ്മുടെ വീക്ക്നെസ് അനുസരിച്ച് നമ്മോട് ഫൈറ്റ് ചെയ്യുന്ന പിശാച്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പറയാം, ഒരു ദൈവമകനെ സംബന്ധിച്ച് പൈശാചികമായ അനുഭവങ്ങളെക്കാളും ദൈവത്തിന്റെ ഒരു പദ്ധതി അതിനകത്തുണ്ടെന്ന് നാം മറന്നു പോകാതിരിക്കരുത്. ഇന്ന് പകൽക്കാലം ഓർക്കണം, അല്ലയോ സ്തോത്രം. ഇവിടെ പറയുന്നത് അവനിൽ ഇരിക്കേണ്ടതിന്. ആര്? കർത്താവായ യേശു ക്രിസ്തുവിൽ ഇരിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച പറഞ്ഞൊരു കാര്യം, പലപ്പോഴും പലരും പറയുന്നത് പിശാചാണ് കഷ്ടത കടത്തിവിടുന്നത്. എന്നാൽ ഞാൻ പറയാം, പിശാച് അത്രയും വലിയ മണ്ടനൊന്നുമല്ല. കാരണം ഒരു വിധത്തിൽപ്പെട്ട ദൈവമക്കളെല്ലാം ദൈവത്തോട് അടുക്കുന്ന എപ്പോഴാ ദൈവത്തോട് നിലവിളിക്കുന്നത്? കഷ്ടതയിലാണ്. അങ്ങനെയാണെങ്കിൽ പിശാച് അത്ര വലിയ മണ്ടന, നമ്മളെക്കാളും ബ്രില്യന്റാണ് പിശാച്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ആ കഷ്ടത പിശാചിൽ നിന്ന് വന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ തള്ളിവിടാതെ, പിശാചിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാതെ, ഇവിടെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഈ കഷ്ടത നിന്റെ ജീവിതത്തിൽ വന്നതിന് കാരണം നീ അവനോടൊപ്പം ഇരിക്കുവാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പാദാരങ്ങൾ നമ്മെ തന്നെ ഒന്ന് ഇരിക്കുവാൻ. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉള്ളപ്പോഴാണ് ജീവിതത്തിൽ ചില തോൽവികളും ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ രാത്രിയുമില്ലാതെ പകലെന്നില്ലാതെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് എത്രയോ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ കഷ്ടതയിലൂടെ വേദനിക്കുന്ന അനുഭവമായിരിക്കാം. പക്ഷേ എന്റെ കർത്താവ് പല നാളുകളെ ആഗ്രഹിച്ചു. ദൈവം തന്ന നന്മകളിലും ദൈവം തന്ന അനുഗ്രഹങ്ങളിലും അനുഗ്രഹങ്ങളുടെയും അതേ അനുഭവത്തിൽ തന്നെ ആയിരിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിൽ നിന്നും ഒന്ന് അടുത്തിരിക്കുവാൻ കഴിയാതെ പലപ്പോഴും ചില നന്മകൾ പോലും ദൈവത്തിൽ നിന്നും അടർത്തി മാറ്റുന്ന പല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് താങ്കളെ കുറിച്ച് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായി ചില കഷ്ടതകളിലൂടെ കടത്തിവിടുവാൻ സാധ്യതയുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവനോടൊപ്പം ഇരിക്കുവാൻ. അത് മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ പിന്നെയും പറയുകയാണ്, അവനോടൊപ്പം ചില കൂട്ടായ്മ ആചരിക്കുവാനുണ്ട്. എന്തൊക്കെയാണ്? അവൻ അനുഭവിച്ച കഷ്ടതയിലും ക്രൂശീകരണം മുതൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടിലും തന്റെ മരണത്തോടും തന്റെ ഉയർപ്പിനുൾപ്പെടെ അവനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ കഷ്ടത വേളയിൽ യഹോവയായ ദൈവം നമുക്ക് വേണ്ടി സഹിച്ചതായ കഷ്ടത ഓർത്ത് അവൻ എത്രത്തോളം കഷ്ടത അനുഭവിച്ചോ അതിനോടൊപ്പം ഒരു കൂട്ടായ്മ ആചരിച്ച് അതിൽ ദൈവം അങ്ങനെ ഒരു അനുഭവം കഷ്ടതയെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഒരു പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെ പറയുന്ന ഒരു മനുഷ്യനല്ല പൗലോസ് അപ്പോസ്തലൻ.
അദ്ദേഹം ഏറ്റവും അധികം ഉന്നത നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ വളരെ വിദ്യാസമ്പന്നനും, വളരെ അന്നത്തെ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തെ പറ്റി വളരെ, അല്ലെങ്കിൽ സ്തോത്രം, പാണ്ഡിത്യമുള്ള ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. തന്റെ ഓരോ വാക്കുകൾക്കും വലിയ വിലയുണ്ട്. Praise the Lord. Joshua, come and sit here. മനസ്സിലായോ? Praise the Lord. Hallelujah. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഓരോ വാക്കുകൾക്കും പോലും വളരെ വിലയുണ്ട്. ചിന്തിച്ച് മാത്രമേ ദൈവസഭയുടെ ആലോചന പറയത്തുള്ളൂ. അതുപോലെ പറയുകയാണ്, കർത്താവിന്റെ കഷ്ടതയിലും തന്റെ ജീവിതത്തോടും പുനരുത്ഥാനത്തോടും ഉൾപ്പെടെ കൂട്ടായ്മ ആചരിക്കുവാനാണ് ദൈവജനം കഷ്ടത അനുഭവിക്കുന്നത്. 11-ാമത്തെ വാക്യം വായിച്ചേ. അവന്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. ശ്രദ്ധയോടെ കേൾക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകണം. അടുത്ത്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. മതി. ഇവിടെ പൗലോസ് പറയുന്നതാണ്, അവന്റെ ഉയർപ്പിൽ ഉൾപ്പെടെ എന്ത് ചെയ്യാണ്? നാം കൂട്ടായ്മ ആചരിക്കണം. അപ്പോൾ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ തന്നെ നമ്മൾ ആഴമായി കഷ്ടതയെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലന്റെ ഈ ഒരു അനുഭവത്തെ നമ്മൾ അതിനെ സാക്ഷീകരിപ്പിക്കുവാൻ, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന അനേകം ദൈവവചനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ, അല്ലെങ്കിൽ സ്തോത്ര, കഷ്ടതയെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ജീവിതത്തിൽ ഒരു കാം ആൻഡ് ക്വൈറ്റ് ആണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് ഒരു ജീവിതത്തിൽ കാം ആൻഡ് ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷപൂർണമായ, സമാധാനപൂർണമായ, നന്മപൂർണമായിട്ടുള്ള, ഒരുപാട് നന്മകൾ ഉള്ളതായ ഒരു വ്യക്തിയായിട്ട് മുൻപോട്ട് പോകാനാണ് എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് മനുഷ്യർ ഓടുന്നത്. ആ ഓട്ടത്തിനിടയിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ആയിരിക്കണം എന്നില്ല, നാം പോയിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളോട് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് കഷ്ടത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കഷ്ടത എന്ന് പറയുന്നത് പലവിധമാകുന്ന കഷ്ടതകളുണ്ട്. ശാരീരികമായിട്ടുള്ള, മനസാക്ഷിപരമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള പലവിധമാകുന്ന കഷ്ടതകൾ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ അനേകം, അല്ലെങ്കിൽ സ്തോത്രം, കഷ്ടതകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വ്യക്തിപരമായി, നമ്മുടെ ശാരീരികപരമായിട്ടുള്ള ഒരു കഷ്ടത എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. നമുക്കറിയാം, നമുക്ക് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യം വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യം. അതിന്റെ വ്യക്തമായിട്ട് നമ്മുടെ ശാരീരികപരമായി ശരീരത്തിൽ ഉണ്ടാകുന്ന സഫറിങ്ങിനെ പറ്റി വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നു, വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകാലം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. മതിയുടെ പറയുന്നൊരു ഭാഗം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ ശാരീരികപരമായ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില കഷ്ടതയെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഇവിടെ പറയുമ്പോൾ തന്നെ പറയുന്നു, പുറമേയുള്ള മനുഷ്യ ശരീരം എന്ത് ചെയ്യാണ്? ക്ഷയിക്കപ്പെടുകയാണ്. നാളുകൾ ഓരോ നാളുകൾ പോകുന്തോറും പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ പോലും കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അടികളും ഇടികളും കാരാഗൃഹ ജീവിതവും പലവിധമാകുന്ന വിഷമങ്ങളിലൂടെ കടന്നുപോയ ദൈവദാസൻ ജീവിതത്തിൽ ക്ഷയിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ക്ഷീണിച്ച് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ക്ഷയിച്ചു പോകുന്ന നിമിഷത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പുറമേയുള്ള ശരീരം, പുറമേയുള്ള ഒരു മനുഷ്യൻ ഞാൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. എന്താ അർത്ഥം എന്നാന്നറിയാമോ? പുറമേയുള്ള മനുഷ്യൻ, ലോകപരമായി പുറമേയുള്ള ശരീരം കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് നിൽക്കുമ്പോഴും അകമേയുള്ള ഒരു മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ എന്നേക്കുമായി ബലപ്പെട്ട് നിൽക്കുന്നു. ഒരു ദൈവമകനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കണം. പുറമേ മനുഷ്യൻ നോക്കുമ്പോൾ ക്ഷയിക്കപ്പെടുന്ന
ക്ഷയിക്കപ്പെടുന്നവനായി, ലോക മനുഷ്യൻ നിന്നെ നോക്കുമ്പോൾ പലപ്പോഴും ക്ഷയിക്കപ്പെടുന്നവനായി, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊരു ഗുണമില്ലാത്തവളായി, ഒരുപക്ഷെ അതിനകത്തൊരു അല്ലെങ്കിൽ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷത്തിനകത്തും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ദൈവസഭയുടെ ആലോചന പൗലോസ് നൽകുന്നത് പോലെ ഈ 2024 അവസാനമായി പരിശുദ്ധാത്മ ഓരോ വ്യക്തികളോട് പറയുന്നു, പുറമേയുള്ള മനുഷ്യൻ നീ ക്ഷയിച്ചു പോയെന്ന് പറഞ്ഞാലും അകമേയുള്ള മനുഷ്യൻ അഭിവൃദ്ധി കൊണ്ടേയിരിക്കണം. ഒരു സാധാ മനുഷ്യന് പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു ഹൃദയത്തിന്റെ ഉള്ളിൽ വാഴുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് പുറമനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമനുഷ്യൻ ക്ഷയിക്കത്തില്ല. അത് ദിനംതോറും വളർന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ഓർക്കണം, നിന്റെ കഷ്ടതയാകരുത്, നിന്റെ ദാരിദ്ര്യമാകരുത്, നിന്റെ രോഗമാകരുത്, നിന്റെ ആത്മീക ജീവിതത്തിന്റെ ഉന്നമനത്തിന് കാരണം നിന്റെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധമായിരിക്കണം. അതിലേക്കുള്ള ആക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ശാരീരികമായ പ്രശ്നം എന്ന് പറയുന്നത് വളരെ വേദനാജനകം. പക്ഷേ അകമയുള്ള മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവ് അതിനാണ് നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ശാരീരികമായ ചില രോഗങ്ങൾ, കഷ്ടങ്ങൾ, ദുരിതങ്ങൾ വരുമ്പോൾ ദൈവത്തോട് അകമനുഷ്യൻ ബലപ്പെടേണ്ടതിന് പകരമായി ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അല്ലെങ്കിൽ സാഹചര്യം പലപ്പോഴും അകമനുഷ്യനോട് പറയും, ദൈവം നിന്നോട് കൂടെയില്ല. നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, ഇത്രയും കാലം നീ ദൈവത്തോട് നിലവിളിച്ചു, മറ്റുള്ളവരാരും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ പലരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ, ദൈവത്തോടുള്ളതായ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതിരിക്കുമ്പോൾ, നാളുകളായി ദൈവസന്നിധി നിലവിളിച്ചിട്ടും നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഈ 2024 അവസാന സമയത്തിനകത്തും ഒരു മറുപടി കാണുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിലകമേ വ്യാപരിക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലങ്ങളുടെ ഒരു വ്യാപാരവും നിന്റെ മേൽ തൊടുവാൻ അനുവദിക്കരുത്. പൈശാചികമായ പല പദ്ധതികളും നിന്റെ മേൽ കൊണ്ടിടും. എന്താണെന്നറിയാമോ? നിന്നോടൊപ്പം ദൈവമില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്നും നിന്നെ നിലനിർത്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു, ആകമേ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ആകമേയുള്ള മനുഷ്യൻ ദിനംതോറും ബലപ്പെട്ടുകൊണ്ടിരിക്കണം. Praise the Lord. Praise the Lord. അപ്പൊ കഷ്ടതയ്ക്കകത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, ദൈവമേ എന്റെ കഷ്ടത മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടും നാളുകളായി പ്രാർത്ഥിച്ചിട്ടും അതിനകത്തൊരു മറുപടി ഇല്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ആത്മാവിന്റെ കൃപ ദൈവവചനത്തിന് ആധാരമായി ഇന്ന് പകൽക്കാലം പറയാനുള്ള ഒരു ദൂത് എന്നാണെന്നറിയാമോ? നിന്റെ കഷ്ടത മാറാനുള്ള പ്രാർത്ഥന നിർത്തിവെച്ചിട്ട്, നിന്റെ നിരാശ മാറാനുള്ള പ്രാർത്ഥന നിർത്തിവെച്ചിട്ട്, കർത്താവേ എന്റെ അകമനുഷ്യനെ ഈ 2024 അവസാന നിമിഷം വരെയും അപ്പാ എന്നെ നിലനിർത്തിയ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വളരുവാൻ എന്നെ അനുവദിക്കാൻ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? നാം പ്രാർത്ഥിക്കേണ്ട രണ്ട് വിഷയം: ഒന്ന്, അകമനുഷ്യൻ ക്ഷയിക്കപ്പെടരുത്; രണ്ട്, അകമനുഷ്യൻ ദിനംതോറും വളരുവാൻ ദൈവം കൃപ നൽകണം. അപ്പോൾ ദൈവമകനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അകമനുഷ്യൻ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കപ്പെടരുത്. പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പല നന്മകൾ ഉൾപ്പെടെ. ഇവിടെ ഒരിക്കൽ സാമചാൻ പ്രിയപ്പെട്ട അമ്മാമ്മയുടെ സഹോദരൻ ഇവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചനം ഇപ്രകാരം ഞാൻ ഓർക്കുന്നു. ആ പ്രാർത്ഥനയും ആ ദൈവജന ധ്യാനത്തിൽ പറഞ്ഞൊരു കാര്യം: കർത്താവേ, എന്റെ കണ്ണുനീര് കൊണ്ടോ, മറ്റൊരു ദൈവദാസന്റെ കണ്ണുനീര് കൊണ്ടോ, മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ടോ ദൈവത്തിന് ഹിതമല്ലാത്തൊരു നന്മയാണെങ്കിൽ എനിക്ക് വേണ്ട, എന്റെ ജീവിതത്തിൽ വേണ്ട. കാരണം എന്നറിയാമോ? പുറമേ മനുഷ്യൻ ബലപ്പെട്ടാലും അകമേയുള്ള മനുഷ്യൻ ക്ഷീണിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കാലം ഞാനിപ്പോ ഒരു കാര്യം ഉറപ്പാണ്: ഇന്നായിരിക്കുന്ന വേദനയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് താങ്കൾ സംസാരിക്കുകയാണ്. കർത്താവേ, അങ്ങനെ അനുഭവിക്കുന്ന വ്യക്തികളുടെ മുമ്പാകെ
പലപ്പോഴും നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതിരിക്കുന്നെങ്കിൽ കർത്താവേ, വ്യക്തിപരമായ ജീവിതത്തിൽ അകമേ മനുഷ്യൻ ഒരു കാരണവശാലും ബലക്ഷീണം അനുഭവിക്കാൻ അനുവദിക്കരുതെന്ന പ്രാർത്ഥന വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വായിക്കേണ്ട എഫെസ്യ ലേഖനം നമ്മൾ പഠിച്ചതാണ്. എഫെസ്യ ലേഖനം 6:19-20 വാക്യത്തിൽ പറയുന്നത് വായിക്കേണ്ട. അവിടെ ബന്ധസ്ഥനായിരിക്കുന്ന ആ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ വെച്ച് ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ്? ഞാനായിരിക്കുന്ന ചങ്ങലയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ ചങ്ങല അഴിയണമെന്നല്ല ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ ഈ അവസ്ഥയിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടുവണ്ണം സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഈ ബന്ധസ്ഥനായിരിക്കുന്ന അനുഭവത്തിനകത്ത് ദൈവഹിതമില്ലാത്ത പിറുപിറുപ്പുകൾ, ദൈവഹിതമില്ലാത്ത സംസാരങ്ങൾ, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുണ്ടോ എന്നുള്ള ചില സംശയകരമായ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ വായിൽ കടന്നു വരാൻ സാധ്യതയുള്ള പൗലോസ് അപ്പോസ്തലൻ പറയണം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ? ഞാൻ പ്രാഗൽഭ്യത്തോടെ ക്രിസ്തുവിന്റെ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ, സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മനുഷ്യനെ ക്ഷയിപ്പിക്കുന്ന ഒരു അനുഭവം കടന്നു വരാതിരിക്കാൻ പ്രാർത്ഥിക്കരുത് പറയും. ഇസ്രായേൽ ജനം ദൈവത്തിന് പല നന്മ അനുഭവിച്ചതാണ്. പക്ഷേ ചില കഷ്ടതകൾ വന്നപ്പോൾ ദൈവത്തോട് അവർ പിറുപിറുക്കുന്നവരായി തീരുവാനിടയെത്തുന്നു. അവരുടെ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടേയിരുന്നു. പുറമനുഷ്യൻ ദിനംതോറും മന്നയും അല്ലെങ്കിൽ സ്തോത്രം ഇറച്ചിയും കൊണ്ട് പുഷ്ടിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പം വളരേണ്ട മനുഷ്യൻ ക്ഷീണമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ പറയുന്നു, പിറുപിറുക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ സാഹചര്യം കടന്നു വരാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യനെ ബലപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ കടത്തുവാൻ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത് എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത് അറിയാമോ? നമ്മുടെ പുറമേയുള്ള മനുഷ്യ ശരീരം, പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഞാൻ നല്ല ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് പിന്നെയും ഒരാലോചന ദൈവസഭയോടും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധം നൽകുന്നു. നല്ല ആരോഗ്യമുള്ളപ്പോൾ ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിന്റെ മനുഷ്യൻ ബലപ്പെട്ട് നിൽക്കുമ്പോൾ ബലഹീനമായ അനുഭവത്തിനകത്തും മനുഷ്യൻ നാൾക്കുമേൽ അത് ബലം വർദ്ധിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നല്ല ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി ചെവികൾ ദൈവസന്നിധി കൂർപ്പിച്ചാൽ നിശ്ചയമായി ചില പ്രതികൂല കാലയളവിൽ മനുഷ്യൻ ക്ഷയിപ്പിക്കുന്ന അനേകം അനുഭവങ്ങൾ കടന്നു വന്നാലും അവിടെ നിലനിൽക്കേണ്ട ഒരു കൃപ സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി പകരുവാനിടയായി തീരും. മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിനു മുമ്പാകെ വളരെ നിരാശയോടെ നിൽക്കുന്ന മോശയോട് ദൈവത്തിന് പറയാനുള്ള ഒരൊറ്റ ദൂതയുള്ളൂ, അല്ലയോ മോശേ, നീ കരയേണ്ട നിമിഷമല്ല, നീ ഇവിടെ ഉപവസിക്കേണ്ട നിമിഷമല്ല, നിലവിളിക്കേണ്ട നിമിഷമല്ല. നാളെ ഇന്നു വരെ ദൈവത്തിനു വേണ്ടി നിന്ന നീയാണ്, നീ എന്റെ വാക്ക് കേട്ടവനാണ്. നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുവാൻ അത് പറയത്തക്ക കേൾക്കത്തക്ക ഒരാത്മീക അന്തരീക്ഷം ഉണ്ടായിരുന്ന മാത്രം മതി. അതിനകത്ത് നാൾക്കുനാൾ ബലപ്പെടുവാൻ സ്വർഗം ഒരു ഭാഗ്യം നൽകും. അപ്പൊ ഇവിടെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പുറമേയുള്ള മനുഷ്യൻ ബലഹീനമായാലും അകമേയുള്ള മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മള് അല്ലെങ്കിൽ സ്തോത്രം അങ്ങനെ അനുഭവിച്ച അനേകം വ്യക്തികളെ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. നമുക്കറിയാം അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ, അത് പ്രധാനപ്പെട്ട വേദപുസ്തകം പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഒരു വഴി ശരീരത്തിൽ കഷ്ടതകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത് സാധാന്യമായിട്ടുള്ള ചില തന്ത്രങ്ങൾ കഷ്ടതകളായി വെളിപ്പെടും. 2, നമ്മുടേതായ ജീവിതം കൊണ്ട് തന്നെ നാം തന്നെ വരുത്തി വെക്കുന്ന ചില കഷ്ടതകൾ. 3, ദൈവത്താൽ വരുന്ന കഷ്ടതകൾ. ദൈവജനം ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഓർക്കണം, കഷ്ടത മാറുവാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും
നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും നാം പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ ഇതെന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നു എന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ശരീരത്തിലുണ്ടാകുന്ന 3 വിധമാകുന്ന കാര്യങ്ങൾ. 1 സാത്താൻ മുഖാന്തരം, 2 നാം മുഖാന്തരം, 3 ദൈവത്താൽ. ഒരു കാര്യം ഓർക്കണം, സാത്താൻ മുഖാന്തരം ഉണ്ടായതായാലും നമ്മൾ മുഖാന്തരം ഉണ്ടായതായാലും ദൈവത്താൽ ഉണ്ടായതായാലും ഇത് നിലനിൽപ്പുണ്ട്. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. ഒരുപക്ഷെ ഒരു കാര്യം, ഇവിടെ സാത്താന്റെ മുഖാന്തരം ഉണ്ടാകുന്ന നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം. സാത്താൻ മുഖാന്തരം ഉണ്ടായതാണ്. തന്റെ എന്തൊക്കെ നഷ്ടപ്പെട്ടു? തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, പിന്നെ ഇത് മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, സ്വന്തം ഭാര്യ തനിക്കെതിരായി പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ കഷ്ടം. സ്വന്തം, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്വന്തം കൂടെയുള്ളവർ നമ്മെ തള്ളിപ്പറഞ്ഞാൽ തീർന്നു ജീവിതം. സ്തോത്രം. അത് മാത്രമല്ല, തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്തോത്രം ഏറ്റവും അധികം സ്നേഹിതരായിരുന്ന അവർ പോലും ചെയ്യുന്നു, നല്ല വാക്ക് പറയാനില്ല. കൂടെയുള്ളവരും സകലരും നഷ്ടപ്പെട്ടു. ഇവിടെ എങ്ങനെ ഉണ്ടായത്? സാത്താൻ നിമിത്തം. പക്ഷേ അവിടെയും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ പോലെ വിശ്വസ്തനും നേരുള്ളവനും ഒരു നീതിമാന വ്യക്തി ആ ദേശത്തിനകത്തില്ലായിരുന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ അല്ലയോ സ്തോത്രം, അല്ലയോ അയ്യോബ് തന്റെ ഭാര്യയോട് പറയുന്ന ഒരു ഭാഗം എന്താണ്? നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്ന എന്തിന്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടും. ഇതൊക്കെ ഞാൻ പറഞ്ഞ സാഹചര്യം ശാരീരികപരമായി സാത്താന്റെ ചില തന്ത്രങ്ങൾ നമ്മെ തൊടുവാനും മെയ്യുവാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ അത്രത്തോളം ദൈവ അവസരങ്ങളെ കൊടുക്കത്തില്ല. പിശാച് ദൈവമക്കളെ സംബന്ധിച്ച് തൊടുവാൻ വളരെ സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞൊരു ഭാഗം മറക്കരുത്. നമ്മുടെ പൈശാചികന്റെ ചില പദ്ധതികൾ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ സാധ്യതകൾ കുറവാണ്. കാരണം യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ഗിരിമുകളിൽ നമുക്ക് വേണ്ടി സകലവിധമാകുന്ന അധികാരങ്ങളെ ആയുധവർഗത്തിൽ വയ്പ്പിച്ച് ജയോത്സവം നമുക്ക് വേണ്ടി കൊണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ, ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ഇടയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലൂടെയാണ് കഷ്ടതയിൽ നാം പോകുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ അല്ലയോ സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തമായ ജീവിതത്തിനകത്ത് അല്ലയോ സ്തോത്രം, നമ്മുടെ ജീവിതം കൊണ്ട് പലതും എന്ത് ചെയ്യാണ്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിൽ കടന്നു വരാൻ സാധ്യത. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്തോത്രം, ഹല്ലേലൂയ. യാക്കോബിന്റെ പ്രവചനം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വേദഭാഗം. സഹോദരന്മാരെ, ദയവായി ക്ഷമിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഉഴുത്തിട്ട് മരണത്തെ പെറുന്നു. മതി. ഇവിടെ നമ്മൾ യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമുണ്ട്. സ്വന്തം മോഹത്താൽ, സ്വന്തം ജീവിത അനുഭവങ്ങളാൽ എന്തെയാണ് കഷ്ടതയിലാകുന്ന ജനങ്ങളെ പറ്റി വ്യക്തമായി യാക്കോബ് പുസ്തകം പറയുകയാണ്. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്നും ജീവിക്കേണ്ട, ദൈവപരമായി വിശ്വസ്തയോടെ ജീവിക്കേണ്ട ദൈവജനം ദൈവത്തിന് എതിരായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ദൈവത്തിന് എതിരായിട്ടുള്ള ചില ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ചില ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ തെറ്റുകൾ കാരണം മുഖാന്തരമായാലും അവിടെയും അകമനുഷ്യൻ ക്ഷയിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം ദൈവസന്നിധി ചെയ്യണം, സമർപ്പിതനായാൽ മതി. അപ്പൊ ഓർക്കണം, ദാവീദ് ഒരിക്കൽ ദൈവഹിതമല്ലാത്ത എന്ത് ചെയ്തു? ചെയ്യുവാനിടയായിരുന്നു. അവൻ ചെയ്തു, പക്ഷെ അവൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ തിരിഞ്ഞു വരുവാനിടയായിരുന്നു. യൂദ ദൈവത്തെ തള്ളിപ്പറഞ്ഞു, പക്ഷെ അവൻ എന്ത് ചെയ്തു? കെട്ടിത്തൂങ്ങി ചത്തുപോയി. സ്വത്രം, ഒരവസരം കിട്ടിയിട്ടും പല അവസരങ്ങൾ കിട്ടിയിട്ടും തിരിഞ്ഞു വരാതെ പോയാൽ അതിന്റെ അവസാനം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. അത് മാത്രമല്ല,
കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം പ്രവർത്തിക്കുന്നവൻ ഒരു നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. ഞാൻ ഓരോ വചനങ്ങളും പറഞ്ഞു വിടുന്നതിന് കാരണം സമയം മുമ്പിലില്ല. ഒരു കാര്യം ഓർക്കണം, ദൈവം പല അവസരങ്ങൾ തരുമ്പോൾ, യൂദയ്ക്ക് ഒത്തിരി അവസരം, യൂദയെ പോലെ ഒരു അവസരം കിട്ടിയ ഒരു ഒറ്റ വ്യക്തി ലോകത്തില്ല. യേശു കർത്താവ് കൂടെ എന്ന് പറഞ്ഞു, ഞാന് അപ്പം കൊടുക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? തള്ളിപ്പറയുന്ന ഒക്കെ പറഞ്ഞിട്ട് പോലും അവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് പോലും മനസ്സിലായില്ല. അവന്റെ അവസാനം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പക്ഷെ ഒരു കാര്യം, പത്രോസ് ഇതുപോലെ തള്ളിപ്പറഞ്ഞവനാ. അവനെ അറിയത്തില്ലെന്ന് 3 വട്ടം തള്ളിപ്പറഞ്ഞവനാ. പക്ഷെ അവൻ തിരിഞ്ഞു വന്നു. ദൈവം കൊടുത്ത അവസരം തിരിച്ചു വന്നു. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. അവൻ കർത്താവിനേക്കാളും ശ്രേഷ്ഠകരമായി ദേശത്തിൽ അവൻ പ്രയോജനപ്പെടുവാൻ അവസരങ്ങൾ ഒരുക്കി. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് വന്ന പെന്തക്കോസ്ത് നാളിൽ വലിയൊരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് കാരണമായി തീർന്നു പത്രോസ് അപ്പോസ്തലൻ. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ജീവിതത്തിൽ ചില വേദനകൾ, ചില പ്രതികൂലങ്ങൾ നമ്മൾ മുഖാന്തരം വന്നാലും ഇപ്പോൾ നല്ലൊരു സമയമാണ്. ഇതൊരു നല്ല റൈറ്റ് ടൈമാണ്. കാരണം എന്നറിയാമോ? ഇപ്പോൾ താങ്കൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ ഭാഗ്യമുണ്ട്, എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യമുണ്ട്, സംസാരിക്കുവാൻ നമുക്ക് കഴിവുണ്ട്, ചിന്തിക്കുവാൻ ഒരു കഴിവുണ്ട്. എന്തിനേറെ അനേകം പേർ ചിന്തിക്കുവാൻ കഴിയാതെ ഉള്ളിൽ മാത്രം ഒരു ബോധം പോലും നഷ്ടപ്പെട്ട എത്രയോ വ്യക്തികൾ നിൽക്കുമ്പോൾ, എത്രയോ പേർ ഐസിക്കകത്ത് കിടക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതിരിക്കുമ്പോൾ ഇതൊരു നല്ല റൈറ്റ് ടൈമാണ്. ഇന്ന് പകൽക്കാലം ഓർക്കണം, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, ദൈവസന്നിധി നിരന്തരമായി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ മുഴങ്ങാൽമടക്കി തിരിഞ്ഞു വരുമെങ്കിൽ, യൂദയെ ദൈവം അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുവെങ്കിൽ, പത്രോസിനെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഓർക്കണം, പത്രോസിനെ പോലെ തിരിഞ്ഞു വന്നാൽ മതി, കർത്താവ് നമ്മെ ഉപയോഗിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, അവരവരുടെ മോഹത്താൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറഞ്ഞു, പിശാചിന്റെ പദ്ധതികൾ, ചില തന്ത്രങ്ങൾ ഒരു ഭാഗികമായ ഒരല്പം നമ്മുടെ ശരീരത്തിന്മേൽ ജീവിതത്തിന്മേൽ അത് ചെയ്യുവാൻ സാധ്യതയുണ്ട്. 2, ഇവിടെ പറഞ്ഞു സ്വന്തം മോഹത്താൽ. ഇനി 3, ദൈവത്തിന്റെ ഒരു വലിയ കഷ്ടത എന്ന് നമ്മുടെ മനുഷ്യവാക്കുകൾ കൊണ്ട് പറഞ്ഞാലും ദൈവത്തിന് താങ്കളെ ഉപയോഗിക്കുവാൻ, ദൈവത്തിന് കഷ്ടതയല്ല നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്, താങ്കളെ ഒരു നല്ലൊരു അല്ലെ സ്തോത്ര ഇണങ്ങിയ ഒരു ആയുധമാക്കുവാൻ ചില തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടായിരിക്കാം. നമുക്ക് വായിക്കേണ്ട യിരെമ്യാ പ്രവചനത്തിൽ വ്യക്തമായി പറയുന്നു, ഒരു കുശവന്റെ ഹല്ലേലൂയ വീട്ടിലേക്ക് കടന്നുപോയ ഒരു പ്രവാചകനെ കാണുവാൻ സാധിക്കുന്നു. അവിടെ ചിന്തിച്ചു നോക്കിക്കേ, ഒരു കളിമണ്ണിനെ നോക്കുമ്പോൾ, ഒരു സാധാ മനുഷ്യന്റെ കണ്ണുകൾ ആ കളിമണ്ണായി കാണുമ്പോൾ, ഒരു കുഞ്ഞിന്റെ കയ്യിൽ അതിനൊരു ബോളായി കാണുമ്പോൾ, വഴിയിൽ കൂടെ പോകുന്ന വ്യക്തികൾ ആരെങ്കിലും ആ കളിമണ്ണ് ചവിട്ടിയാൽ അയ്യേ എന്ന് പറഞ്ഞ് അതിനെ കഴിവാൻ ശ്രമിക്കുമ്പോൾ, ഒരു കുശവനാണ് അതിലൂടെ കടന്നുപോയാൽ അവന്റെ കാലിലത് വെട്ടാൽ, അവന്റെ കണ്ണിലത് വെട്ടാൽ, അതൊരു ഒരു സാധാരണ കളിമണ്ണായിട്ട് കാണത്തില്ല. അവന്റെ ആകെ മനുഷ്യൻ പറയും, ഇത് എത്രയോ വിലപ്പെട്ട ചില പാത്രങ്ങളാണ്, അതിനെ കൊണ്ട് ചിലത് എനിക്ക് ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മണ്ണിനെ എടുത്ത്, കുശവനെടുത്ത്, അച്ചിലിട്ട് ഒന്ന് നന്നായി എത്രയോ പ്രോസസ്സിലൂടെയാണ് ഒരു പാത്രമായി മെനയപ്പെടുവാനിടയായി തീരുന്നത്. ഓർക്കണം, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ പാത്രം വിചാരിക്കും ഐ ആം ഹാപ്പി, ഐ ആം ഫ്രീ നൗ. പക്ഷേ കുശവൻ പിന്നെയും ഓരോരോ കഴിഞ്ഞ് അവസാനം ഒരു തീച്ചൂളയിലൂടെ കടന്നു. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ഏറ്റവും അധികം സ്ട്രോങ് ആയി തീരുവാൻ ഒരു തീച്ചൂളയിലൂടെ കടത്തിവിടും. ഓർക്കണം, കളിമണ്ണായി നിന്നതാ. ചിലരുടെ വീടുകളിലെ ഒരു സാധാരണ കുടിലുകൾക്കകത്തായിരിക്കുമ്പോൾ ചില പാത്രങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് തന്റെ ഹല്ലേലൂയ ഏറ്റവും അധികം ആഹാരം കഴിക്കുന്ന പ്രധാന സ്ഥലത്ത് പോലും ഇതിനെ ആക്കപ്പെടുവാൻ ഒരു കുശവന്റെ കണ്ണിലുണ്ടായ ഒരു ഹല്ലേലൂയ ഒരു വിഷനാണ് കാരണമെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയുന്നു, എന്റെ കർത്താവ് താങ്കളെ കുറിച്ചൊരു ദർശനമുണ്ടെങ്കിൽ, താങ്കളെ കുറിച്ച്, താങ്കളുടെ കുടുംബത്തെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ചിലവിധമാകുന്ന കഷ്ടതയുടെ കടത്തിവിട്ടാലും അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ പ്രയോജനകരമായിട്ടുള്ള ഒരു പാത്രമായി മെനയുവാനാണെങ്കിൽ നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയും. അപ്പാ, ഞാൻ നിന്റെ പണിപ്പുരയിലാണ്, എന്റെ മകൾ നിന്റെ പണിപ്പുരയിലാണ്, എന്റെ മകൻ നിന്റെ പണിപ്പുരയിലാണ്, എന്റെ മാതാവ് നിന്റെ പണിപ്പുരയിലാണ്.
എന്റെ ഭർത്താവ് നിന്റെ പണിപ്പുരയിലാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അകമേ ഒന്ന് ചിന്തിക്കുവാൻ കഴിയും? മനുഷ്യനെ ബലപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ പിശാചിന്റെ പല തന്ത്രങ്ങളും ചെവിക്കകത്ത് മന്ത്രിക്കുന്നത് പോലെ ഹല്ലേലൂയ, പലപ്പോഴും ജീവിത സാഹചര്യം മുമ്പാകെ പലപ്പോഴും തകരപ്പെട്ടവനായി ഒതുക്കപ്പെട്ടു എന്ന് പലപ്പോഴും നീ പറയുമ്പോൾ, നീ പ്രാർത്ഥിച്ചും അതിനകത്തും മറുപടിയില്ല എന്ന് പലപ്പോഴും ചെവിക്കുള്ളിൽ മന്ത്രിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, കർത്താവേ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല. എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം, ഓ ഹല്ലേലൂയ, 2024 അവസാനിക്കുന്ന ഈ ഒരാഴ്ച പരിശുദ്ധ ദൈവസഭയോടും ദൈവത്തോടും പറയുന്നു, താങ്കൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം, അത് പരാജയപ്പെട്ടു പോയാലും, അത് ഹല്ലേലൂയ പൊട്ടിപ്പോയാലും, നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, തള്ളിക്കളയുന്ന ഒരു കുശവനല്ല, നിശ്ചയമായും റീക്രിയേറ്റ് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, അല്ലെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കണ്ട, 1, 2, 3 വേദഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഭൂമി ദൈവം എന്ന് പറയുന്നു, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യവാസയോഗ്യമായിട്ടാ. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ഇവിടെയാ എന്താ പ്രശ്നം എന്നറിയാമോ? ദൈവം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് പാഴ്ശൂന്യമായിട്ടല്ല, മനുഷ്യവാസയോഗ്യമായി സൃഷ്ടിച്ചു. പക്ഷേ പാപം മുഖാന്തരം ഭൂമിയിൽ പാപം കടന്നു വന്നപ്പോൾ പാഴ്ശൂന്യത അനുഭവിച്ചു. പക്ഷേ ആ പാഴും ശൂന്യത അനുഭവിച്ചിരുന്ന ആ ഭൂമിയെ ദൈവത്തിന് റീക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കണം, എന്താ അതിനെ തള്ളിക്കളയാത്തത്? എന്താ അതിനെ നശിപ്പിക്കാത്തത്? ദൈവത്തിന് വേറെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷേ ദൈവം അവനെ തെരഞ്ഞെടുത്തത്, ദൈവം ആ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ മഹത്വമുണ്ടെങ്കിൽ അവിടെ ദൈവം വ്യക്തമായി പറയുന്നു, പാഴായും പൂർണ്ണമായി ശൂന്യമായി പോകേണ്ടടുത്ത് അത് പിന്നെയും റീക്രിയേഷൻ നടന്നതിന് കാരണം, ഹല്ലേലൂയ, ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. മനുഷ്യന്റെ കണ്ണിൽ പൂർണ്ണമായി പാഴ്ശൂന്യമായി എന്ന് പറഞ്ഞാലും എവിടെയൊക്കെ ദൈവാത്മാവിന്റെ ഒരു സാന്നിധ്യം ആ വ്യക്തികളുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമം ഇന്ന് പകൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു, നീ പാഴ്ശൂന്യമെന്ന് നിന്റെ മനസാക്ഷി ഉൾപ്പെടെ പറഞ്ഞാലും, താങ്കളുടെ കുടുംബമോ തങ്ങളുടെ കുഞ്ഞുങ്ങളോ മാതാപിതാവോ പൂർണ്ണമായി നശിച്ചു എന്ന് പറഞ്ഞാലും, അനേകം പേരുടെ കണ്ണുനീർ, അനേകം പേരുടെ പ്രാർത്ഥന, അത് ദൈവാത്മാവിന്റെ സാന്നിധ്യമായി നമ്മുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം ആ വ്യക്തികളുടെ മേൽ, ആ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുണ്ട്. നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നശിച്ചു എന്ന് പറയുന്ന അനുഭവത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി ദൈവത്തോട് നിലവിളിച്ചിട്ടും, ഞാൻ അതിനു വേണ്ടിയാണോ ഞാൻ കരഞ്ഞത്? ഞാൻ അതിനു വേണ്ടിയാണോ ഈ ദൈവത്തെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന പല ചോദ്യം 2024 അവസാന സമയത്ത് നിന്റെ മുൻപിലുള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് പറയുന്നു, ആ കുടുംബങ്ങളുടെ മേൽ, ആ വ്യക്തികളുടെ മേൽ ദൈവാത്മാവിന്റെ പരിവർത്തനം എവിടെയുണ്ട്? കാരണം നിന്റെ നിലവിളി ഉള്ളോടത്തോളം കാലം, നിന്റെ കണ്ണുനീരുള്ളോടത്തോളം കാലം അത് പൂർണ്ണമായി നശിക്കുവാൻ ഒരു ശത്രുവിനും അനുവാദം കൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പൂർണ്ണത അതിന്റെ മേൽ പ്രാപിക്കത്തക്ക നിലവാരത്തിൽ കർത്താവ് റീക്രിയേഷൻ ചെയ്തുവെങ്കിൽ, ഒരു പുനഃസൃഷ്ടി ഭൂമിയെ നടത്തിയെങ്കിൽ, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവമകനായി, ദൈവമക്കളായി, ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവമക്കളായി നമ്മെ ഓരോരുത്തരെയും നമ്മുടെ തലമുറകളെ പേരും പൊട്ടിക്കുമെന്ന് വിചാരിക്കുന്ന, അടക്കിക്കളയുമെന്ന് വിചാരിക്കുന്ന, പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് വിചാരിക്കുന്ന
ദൈവത്തിന് മടത്തി മാറ്റുമെന്ന് വിചാരിക്കുന്ന ചില പാഴ്ശൂന്യതയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിക്കൊടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീരുള്ളിടത്തോളം കാലം ദൈവാത്മാവിന്റെ പരിവർത്തനം ആ വ്യക്തിയുടെ മേൽ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തിയുടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. ചില റീക്രിയേഷൻ നടക്കും. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില സഭകൾ സംഭവിക്കട്ടെ. ചില വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. ഓ രാധാബ ശംധന രഗരഗടഗസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നന്നായി വളർത്തിയ തലമുറകൾ ദൈവസന്നിധിയിൽ പലപ്പോഴും പാഴ്ശൂന്യം അനുഭവിക്കുന്നുവെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, താങ്കളുടെ നാളുകളത്തുള്ള പ്രാർത്ഥനകളെ കുടുംബത്തിനോടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ പൂർണ്ണമായി നശിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് റീക്രിയേറ്റ് ചെയ്യുന്ന ദൈവമാണ്, പുനഃസൃഷ്ടി ചെയ്യുന്ന ദൈവമാണ്. Praise the Lord. Praise the Lord. Hallelujah. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യാണ്? ആ കഷ്ടതയ്ക്കകത്തും. ഹല്ലേലൂയ. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തം അവരിൽ വെളിപ്പെടുവാൻ, അതിനകത്ത് ആ പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പേ ചില ജീവൻ എടുക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നശീകരണം സംഭവിക്കുന്നതിന് മുമ്പേ കർത്താവേ, അവർ ദൈവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് എത്ര പേർക്ക് ഈ 2024 അവസാനം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഓ റബദബ ശാധന ഹംദന വൈഡൽ പ്രൗഢം ധന രഗനഗടഗസി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? നീ പലപ്പോഴും നീ ആ കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അതിനകത്തും മറുപടി ഇല്ല എങ്കിൽ നാളുകളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിനു മുമ്പാകെ നിലവിളിച്ചിട്ടും അതിനകത്തൊരു ഭാരത്തിനകത്ത് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ നിന്നോട് തന്നെ പലപ്പോഴും പലവിധമാകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കത്തക്ക നിലവാരത്തിൽ ഉറങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിൽ സമൂഹത്തിനു മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അനുഭവമാണെങ്കിൽ പരിശുദ്ധാൻ പറയുന്നു, എന്റെ കണ്ണുനീർ കാണുന്നൊരു ദൈവമുണ്ട്. ഓ റാബാദാബ ശാധനെ വൈഡബൽ കരാതകം തന്നെ രഗനഗട യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു പൂർണ്ണ നശീകരണം സംഭവിക്കുന്നതിന് മുൻപേ ദൈവമേ, ദൈവം ഒന്ന് റീക്രിയേറ്റ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയും? ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ നമുക്കൊന്ന് ഓർക്കാം, നമ്മുടെ സഹോദരങ്ങളെ ഒരു നിമിഷം ഒന്ന് ഓർക്കാം, നമ്മുടെ മാതാപിതാക്കളെ നമുക്കൊന്ന് ഓർക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം ഒന്ന് ഓർക്കാം. ദൈവസന്നിധിയിൽ നാളുകളായി നിലവിളിച്ചിട്ടും നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ നിരാശപൂർണമായി ജീവിതത്തിലേക്ക് നയിപ്പിക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനെ നശിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല, നശിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പറയപ്പാ, ദൈവം തന്ന തലമുറകൾ, ദൈവം തന്ന മാതാപിതാക്കൾ, ദൈവം തന്ന സഹോദരങ്ങൾ, അപ്പാ നീയാണ് ഞങ്ങൾക്ക് നൽകിയെങ്കിൽ, അപ്പാ ഞങ്ങളുടെ കണ്ണുനീരുകൾക്ക് ഒരു കുറവുമില്ല എങ്കിൽ, ഞങ്ങളുടെ യാതനകൾക്ക് ഒരു കുറവുമില്ല എങ്കിൽ, അപ്പാ ദൈവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. അപ്പാ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് റീക്രിയേഷൻ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തെ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന അന്ധകാര വ്യാപാര മണ്ഡലങ്ങളുടെ സകല അന്ധകാര വ്യാപാര മണ്ഡലങ്ങളുടെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവ ഹൃദയങ്ങളുടെ ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ അറിയപ്പാ 2025 റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായി തീർക്കട്ടെ. താവി ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ സഭ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വചനം യേശുവിന്റെ നാമത്തിൽ റിലീസ് ആവട്ടെ. ഈ വചനം യേശുവിന്റെ നാമത്തിൽ റിലീസ് ആവട്ടെ. ഈ വചനം യേശുവിന്റെ നാമത്തിൽ റിലീസ് ആവട്ടെ. റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താവേ
കർത്താവേ 2024 അവസാന സമയത്ത് ഞങ്ങൾ അങ്ങയുടെ പദ്ധതിക്കുള്ളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവേ അപ്പാ, ഞങ്ങൾ പല വേദനകളിലൂടെ കടന്നു പോകുന്നു, നിരാശകളിലൂടെ കടന്നു പോകുന്നു, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു. അപ്പാ, ഉറങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിരാശയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സകല അന്ധകാര വ്യാപാര മണ്ഡലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച അപ്പാ, ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി അവരെ മേലുള്ളതാകയാൽ ദൈവമേ, അവർ റിലീസ് ചെയ്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അത്ഭുതങ്ങൾ കാണും, ഞങ്ങൾ അത്ഭുതങ്ങൾ കാണും, ഞങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഞങ്ങൾ 2024 കർത്താവ് ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചതുപോലെ 2025 ഒരു റീക്രിയേഷന്റെ ദിവസമായിരിക്കട്ടെ. ഒരു പുനഃസൃഷ്ടി യേശുവിന്റെ ചില വ്യക്തികളുടെ നടക്കട്ടെ, ചില കുടുംബങ്ങൾ നടക്കട്ടെ, ചില സമാധാനം അനുഭവിക്കത്തക്ക നിലവാരത്തിൽ, ചില ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവിക നന്മകൾ അനുഭവിക്കുന്ന നിലവാരത്തിൽ റീക്രിയേഷൻ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കുടുംബങ്ങളുടെ മേൽ റീക്രിയേഷൻ നടക്കട്ടെ, ചില കുടുംബ ബന്ധങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ റീക്രിയേഷൻ നടക്കട്ടെ. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വളരെ ഉറപ്പുള്ളതാണ്. പക്ഷേ ദൈവാത്മാവ് ഇറങ്ങിയപ്പോൾ പൗലോസും ശീലാസിന്റെയും കയ്യിലുള്ള ബന്ധനങ്ങൾ പൊട്ടുക മാത്രമല്ല, തന്റെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കുക മാത്രമല്ല, അതിന്റെ ഒരിക്കലും പുറത്തു വരരുത് എന്ന് വെല്ലുവിളിച്ച് നല്ല ആഴത്തിൽ ഉന്നയിച്ചു വെച്ച ചില കല്ലുകളെ ദൈവാത്മാവ് ഇളക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില അനുഭവങ്ങളിട്ട്, ചില സാഹചര്യങ്ങളിട്ട്, ചില ബുദ്ധിമണ്ഡലങ്ങളിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സകല അന്ധകാര വ്യാപാര മണ്ഡലങ്ങളുടെ യേശുവിന്റെ നാമ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഞങ്ങളെ ദൈവത്തിനും അകറ്റുന്ന ഒരു പ്രവൃത്തിയും ഒരു ചിന്തയും ഞങ്ങളുടെ മേൽ വരരുതപ്പാ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തോത്രം അപ്പാ. ഈ കഷ്ടത ഒരു ദൈവമകനെ സംബന്ധിച്ച് അങ്ങയുടെ പണിപ്പുരയ്ക്കകത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിനായി സമർപ്പിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും പിറുപിറുക്കുന്നവരാണ്, എങ്കിലും അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം റീക്രിയേറ്റ് ദൈവമാണ്, പുനഃസൃഷ്ടി ദൈവമാകയാൽ കർത്താവ് ഞങ്ങളെ മുഴുവനായി ഈ ഒരു വർഷത്തിന്റെ അവസാന സമയത്ത് അപ്പാ ഞങ്ങളൊരു പുനഃസൃഷ്ടിക്കണം കർത്താവേ. കർത്താവിന്റെ ഹിതപ്രകാരം ഞങ്ങളെ പുനഃസൃഷ്ടിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ സകല അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായിരിക്കും പറ്റിയ യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന യാചന കേട്ടവയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് ബലകൾ കേൾക്കയുടെ വചനപ്രകാരം നമ്മൾ ജീവിച്ച് നിലനിന്ന് പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസരിയുടയ മഹോന്നത ഭരനെ വന്ദനം നിനക്കാമേ. ഓ മനസരിയുടയ മഹോന്നത ഭരനെ വന്ദനം നിനക്കാമേ. ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവസ്നേഹവും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും ഇന്നും എന്തെങ്കിലും വിശേഷാൽ ലോക അന്ത്യം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സുമിലായ നല്ല ദൈവമക്കളെ, ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമ്മുടെ ന്യൂ ഇയർ പ്രാർത്ഥന കൃത്യം 31-ാം തീയതി രാത്രി കറക്റ്റ് ഒരു 11 മണിക്ക് ആരംഭിച്ചിട്ട് 1 മണി വരെ പ്രാർത്ഥനയായിരിക്കും. സൂമിലൂടെ ആയിരിക്കും പ്രാർത്ഥന. കഴിയുന്നിടത്തോളം നമുക്ക് കടന്നു വരാം.